Hello students. In today's classroom, let's discuss the poem The Kuchipuram Bridge written by Edasheri Govindan Nair in a very short, brief way. I also pinpoint the comprehensive questions along with this summary. So, students, listen the video until the end without any skipping. Let's start the poem. And here we can see that Edasheri Govindan Nair is a bard of Malayalam. മലയാളത്തിൻ്റെ കവിയാണ് എടശ്ശേരി ഗോവിന്ദൻ നായർ. Bard means poet. He also wrote many poems and plays. And അയാളുടെ കവിതകളിൽ കൂടുതലും എന്താണ് ക്യാരക്ടറൈസ് ചെയ്തത്? കൂടുതലും അയാളുടെ കവിതകൾ കൂടുതലും കേരളത്തിൻ്റെ കൾച്ചറും കേരളത്തിൻ്റെ ഒരു സ്പിരിറ്റ് ആണ് കൂടുതലും അയാളുടെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. So his poetry is characterized by its closeness to culture and ethos of Kerala. So the particular poem, The Kuchipuram Bridge, is published in 1954 and it is also included in the poetic collection കറുത്ത ചെറ്റിച്ചുകൾ എന്ന പോയറ്റിക് കളക്ഷനിലാണ് ഈ പോയം ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. സോ ഈ പോയം എങ്ങനെയാണ് ഉത്ഭവിച്ചത്? The poem sprung out of mixed feelings experienced. പോയറ്റ് ഒരു ദിവസം കുറ്റിപ്പുറം ബ്രിഡ്ജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മനസ്സിലുണ്ടായ ഒരു മിക്സഡ് ഫീലിങ്സ് ആണ്. മിക്സഡ് ഫീലിങ്സ് എന്താണ്? ഈ കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഹീ ഈസ് പ്രൗഡ് ഓഫ് ഇറ്റ്സ് സ്ട്രക്ചർ, അതിൻ്റെ ടെക്നോളജി, അതിനൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾ ഹീ ഈസ് പ്രൗഡ്. അറ്റ് ദ സെയിം ടൈം ഹി ലാമൻസ് ഓവർ ദ റൂറൽ സോ ഈ പോയത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? പോയറ്റിൻ്റെ ഒരു മിക്സഡ് ഫീലിങ്സ് ആണ്. അയാൾ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘടകങ്ങൾ കാണുമ്പോൾ അയാൾ അഭിമാനം കൊള്ളുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അയാൾ വിഷമത്തിലാണ്. എന്തുകൊണ്ട്? ഗ്രാമത്തിൻ്റെ ഭംഗി, ഗ്രാമീണത നഷ്ടപ്പെടുന്നു എന്നുള്ള വിഷമവും ഉണ്ട്. സോ ഇത് രണ്ടും മിക്സഡ് ഫീലിങ്സിൽ നിന്നും ഉത്ഭവിച്ച ഒരു പോയമാണ്. This is the source of this poem, The Kuchipuram Bridge. So next, what is next? The poem expresses poet's anxiety about modernization that was slowly invading the rural area. So ഈ പോയത്തിൽ എന്താണ് കൂടുതലും കാണുന്നത്? പോയറ്റിൻ്റെ ഒരു ആങ്സൈറ്റിയാണ് അബൌട്ട് മോഡേണൈസേഷൻ. റൂറൽ ഏരിയനെയൊക്കെ മറികടന്ന് ഈ മോഡേണൈസേഷൻ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആങ്സൈറ്റിയാണ് ഈ പോയം എക്സ്പ്രസ് ചെയ്യുന്നത്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ് പോയം ഈസ് ബോൺ ഔട്ട് ഓഫ് ദി മിക്സഡ് ഫീലിങ്സ്. സോ ആ മിക്സഡ് ഫീലിങ്സ് എന്താണ്? ഹിയർ പോയറ്റ് ബ്രിഡ്ജിമേൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര അഭിമാനം കൊള്ളുകയാണ്. ഹീ ഈസ് പ്രൗഡ് ഓഫ് ഇറ്റ്സ് സ്ട്രക്ചർ. പിന്നെ അതിൻ്റെ കോസ്റ്റ് 23 lakhs ചെലവിട്ടുകൊണ്ടാണ് ആ ബ്രിഡ്ജ് നിർമ്മിച്ചിരുന്നത്. സോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഹീ ഈസ് പ്രൗഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതേ ടൈമിൽ അയാളുടെ കണ്ണുകൾ എവിടെയാണ്? സോ ഹിസ് ഐസ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ റിവർ. സോ അയാളുടെ കണ്ണുകൾ പുഴയുടെ മീതെയാണ്. പുഴ എങ്ങനെയായിരുന്നു? അയാളെ ചെറുപ്പകാലത്ത് ആ പുഴയുമായി ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഹി റിമെമ്പേഴ്സ് ആ പഴയ കാലത്ത് പണ്ട് കളിച്ച കളികളൊക്കെ ഓർമ്മിച്ചിരുന്നു. ആ പുഴയുടെ തീരത്ത് ഒരുപാട് കളികൾ കളിച്ചത് ഓർമ്മ വരുന്നു. അതേപോലെ അയാളെ രാവിലത്തെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിന് പോകാൻ വേണ്ടി ആ പുഴയിൽ മുങ്ങിക്കുളിച്ച കാര്യങ്ങളൊക്കെ അയാൾ ഓർത്തെടുക്കുന്നു. സോ ഇങ്ങനെയൊക്കെ നല്ലൊരു അനുഭവങ്ങൾ തന്ന പുഴ നശിച്ചു പോന്നു എന്നുള്ള ഒരു വിഷമവും അവിടെ കാണാം. നെക്സ്റ്റ്, അയാൾ പണ്ട് ചെറുപ്പകാലത്ത് പുഴയിൽ നിന്ന് കുളിക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന പക്ഷികളെ കാണുമ്പോൾ ആ പക്ഷികളുടെ ആ ഹൈറ്റിലെത്താൻ വേണ്ടി അയാൾ അന്നേരം കൊതിച്ചിരുന്നു. ഈ സമയത്ത് ഈ ബ്രിഡ്ജ് നിർമ്മിച്ച സമയത്ത് അയാൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഹി ഫീൽസ് പ്രൗഡ് ദാറ്റ് ഹി വാസ് അറ്റ് ദ ആ പക്ഷികളുടെ ലെവലിൽ എത്തി എന്നുള്ള ഒരു അഭിമാനമുണ്ട്. നേരെ തിരിച്ച് അയാൾക്ക് ഈ പക്ഷികൾ കിങ് ഫിഷർ, സ്പാരോ, ക്രീൻ ഈ പക്ഷികളൊന്നും എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമവും ഉണ്ട്. അതേപോലെ പോയറ്റ് ആൾസോ റിമെമ്പേഴ്സ് ദ ഡേയ്സ് പുഴ ഫുള്ളായി ഒഴുകുന്ന സമയത്ത് അതിൻ്റെ കരകളൊക്കെ അത് മായ്ച്ചു കളയും. അത്രയും പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ കരയൊന്നും കാണൂല.
അങ്ങനെയുള്ള ഒരു പുഴയായിരുന്നു ആ സമയത്ത് എന്താണ്, നോ ബോട്ട്സ് വെഞ്ചർ ടു സെയിൽ, ഒറ്റ തോണിയും അതിലൂടെ പോവാൻ ശ്രമിക്കൂല. അതേപോലെ ഒറ്റ പക്ഷികൾ പോലും അതിൻ്റെ മുകളിലൂടെ കടന്നു പോവാൻ ശ്രമിക്കൂല. ഏത് സമയത്ത്? ഈ ഫ്ലഡ്സിൻ്റെ സമയത്ത്, പുഴ നിറഞ്ഞൊഴുകുമ്പോൾ ഒറ്റ തോണി പോലും അതിൻ്റെ മുകളിലൂടെ പോവാൻ സാഹസപ്പെടുത്തൂല. അതേപോലെ പക്ഷികളും അതിൻ്റെ മുകളിൽ ഉയർന്ന് പറക്കൂല. അതായിരുന്നു നേച്ചറിൻ്റെ പവർ. പക്ഷേ ഈ ബ്രിഡ്ജ് വന്ന ശേഷം എന്താണ് സംഭവിച്ചത്? ബ്രിഡ്ജ് വന്ന ശേഷം ഈ റിവറുടെ ഒരു ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോയി. സോ അത് കണ്ട് പോയറ്റ് ലോവ്സ് എറ്റ് ഇറ്റ് സിറ്റുവേഷൻ. എന്താണ്, അത്രയും നിറഞ്ഞൊഴുകിയ ഒരു പുഴ ഇപ്പോൾ എന്താണ്, ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ എഴഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ലൈക്ക് ഹീ ഈസ് ഡൂയിങ് ദ ടെയിം നാറ്റ എന്ന് പറഞ്ഞാൽ ഒരു കളിയിൽ തോറ്റുപോയ ഒരാൾ ജയിച്ചവരുടെ കാലിൻ്റെ ഇടയിലൂടെ എഴഞ്ഞു പോകണം. അതാണ് ടെയിം നാറ്റ. അതേപോലെയാണ് ഇപ്പോൾ ബ്രിഡ്ജ് വന്നേരം റിവറിൻ്റെ അവസ്ഥ. റിവർ തോറ്റുപോവുകയാണ് ബ്രിഡ്ജിൻ്റെ മുന്നിൽ നിന്നിട്ട് അതിൻ്റെ ഇടയിൽ എഴഞ്ഞു പോകുന്ന പോലത്തെ അവസ്ഥയാണ്. സോ വെൻ ഹീ സീയിങ് ദാറ്റ്, ഇത്രയും പവർഫുള്ളായ ഒരു റിവർ എങ്ങനെയാണ് ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ എഴഞ്ഞു പോകേണ്ട ഒരവസ്ഥ കാണുമ്പോൾ പോയറ്റിന് ചിരി അടക്കാൻ സാധിക്കുന്നില്ല. ഇൻ ദ സെയിം വേ, ബ്രിഡ്ജ് ഈസ് ദ ത്രഷോൾഡ് ഓഫ് എ ന്യൂ വേൾഡ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ എന്നാണ്. പുതിയൊരു ലോകത്തിലേക്ക് ഒരു എൻട്രൻസ് ആണ് ഈ ബ്രിഡ്ജ്. സോ എന്താണ്, ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്സിനെ അല്ലെ രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. ദ ബ്രിഡ്ജ് ഈസ് കണക്റ്റിംഗ് ദ റൂറൽ ഏരിയ വിത്ത് ദി urban area. So bridge is the entrance to this urban area, and poet says that Gramalakshmi is his playmate. Playmate means കളിക്കൂട്ടുകാരിയാണ് Gramalakshmi means village. This village is his playmate, and this Gramalakshmi is losing its vibes. തൻ്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ടു എന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സോ പോയറ്റ് ലാമൻസ് ഓവർ ദിസ് ലോസ്. ഈ ഒരു ഫെയില്യൂർ, നേച്ചർ മനുഷ്യൻ്റെ മുന്നിൽ തോറ്റുപോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ പോയറ്റിന് വല്ലാത്തൊരു വിഷമവും ആങ്സൈറ്റിയും ഒക്കെ തോന്നുകയാണ്. ഇന്ന് നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, പിന്നെ വില്ലേജിൻ്റെ എലഗൻറ്റ് ഫീച്ചേഴ്സിനെയും പിന്നെ ഈ റിയാലിറ്റി ഓഫ് ഏർബനൈസേഷൻ്റെ റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വില്ലേജ് എന്ന് പറയുന്ന ഭംഗിയുള്ള ഒരു നല്ലൊരു പിക്ചർ നിങ്ങൾക്ക് ഈ വരികളിലൂടെ കാണാം. ദ ഗ്രീനറി, അതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ കാർപ്പറ്റ് പോലെ വിരിച്ചത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ലെറ്റേഴ്സ് കൊണ്ട് പെയിൻറ്റ് ചെയ്ത ഒരു ഇമേജറി നമുക്ക് കാണാം ഈ ലൈൻസിലൊക്കെ, നെക്സ്റ്റ് വരുന്ന ലൈൻസിലൊക്കെ. സോ ഇതൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോവാണ്, ഇനി ഇല്ലാതാവാൻ പോവുകയാണ്. ഈ ഫ്ലവേഴ്സ്, കാവുകൾ, പിന്നെ ഗ്രീനറി. കാവുകൾ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഈ ലോവർ കാസ്റ്റിന് അപ്പർ കാസ്റ്റിന് അമ്പലം എന്നുള്ള പറയുന്നത് പോലെ ലോവർ കാസ്റ്റിന് കാവുകളുണ്ടാകും. അവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനും കാവുകളിലെ ഉത്സവങ്ങൾ ഇതൊക്കെ ഇനി നഷ്ടപ്പെടുന്നുണ്ടാവുന്ന ഒരു വിഷമവും നമുക്ക് പോയിറ്റിലൂടെ കാണാം. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഈ ഫ്ലവേഴ്സൊക്കെ മറികടന്ന് ആരാണ് വരുന്നത്, ഫ്ലവേഴ്സിനൊക്കെ മറികടന്ന് അവരെ കൺട്രോളാക്കാൻ ആരൊക്കെ വരുന്നത്, സ്റ്റോൺസ്, സൂട്ട്, സിമെൻറ്റ്, സ്റ്റീൽ. ഇതൊക്കെ എന്താണ്, സ്റ്റോൺസ്, സൂട്ട്, സിമെൻറ്റ്, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾസ് ഓഫ് ഏർബനൈസേഷനാണ്. സോ ഇവരൊക്കെയാണ് ഈ ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വരുന്ന ഈ ഏർബനൈസേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. സോ യു ഹാവ് സ്റ്റോൺസ്, സൂട്ട്സ്, സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ റെയിൻ ഓവർ ഫ്ലവേഴ്സ്. അടുത്ത കോൺട്രാസ്റ്റ് എന്താണ്, നമ്മളെ നാട്ടിൻപുറത്ത് എന്താണ്, പകൽ സമയങ്ങളിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. ഈ കൃഷിക്കാരൻ്റെ ഒക്കെ അവർ കഷ്ടപ്പെടുമ്പോൾ പാട്ടുകൾ പാടിക്കൊണ്ടും, പിന്നെ രാത്രികളിൽ നല്ല ശാന്തമായ രാത്രികളായിരിക്കും, വളരെ കാമായിട്ടുള്ള രാത്രികളായിരിക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാവാം. അതിൻ്റെ ഒരു നേരെ ഒരു വിപരീതമാണ്
ഏർബൻ ഏരിയാസിൽ കാണാം. എന്താണ്, എപ്പോഴും നോക്കിയാൽ രാവുമില്ല പകലുമില്ല രാത്രിയുമില്ല, ഏത് കാലവും ഒച്ചപ്പാടും ബഹളവും, ഏത് കാലവും ഈ വാഹനങ്ങളുടെ ഒച്ചപ്പാടും ഇതൊക്കെയാണ് കൂടുതലും നിങ്ങൾക്ക് കേൾക്കാം. അതേപോലെ പണ്ട് ഗ്രാമങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ആ കാവുകളിൽ സ്റ്റോൺസ്മേലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ഏർബൻ ഏരിയാസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്താണ്, അവിടെ കൂടുതലും ഏത് കാലവും അടികൂടുന്ന ശബ്ദങ്ങളായിരിക്കും കൂടുതലും കേൾക്കാം. എന്താണ്, ദ കാം ആൻഡ് പീസ്ഫുൾ നൈറ്റ്സ് ഓഫ് റൂറൽ ഏരിയാസ് ഇതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താണ്, എൻലെസ് നോയ്സസ് ഓഫ് ദ സിറ്റിയാണ് നമുക്ക് കാണാം. വെഹിക്കിൾസ്, ഏത് കാലം വെഹിക്കിൾസ്, പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതും, പിന്നെ എന്താണ്, അയൽവാസികൾ ആരാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. എവിടെ നോക്കിയാലും നമുക്ക് മതിലുകൾ കാണാം. ആർക്കും സ്പേസ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ മതിലുകളായിരിക്കും. എവിടെയും സ്പേസ് ഉണ്ടാവില്ല, സ്ഥലം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. സോ എന്താണ്, എൻ്റെ സ്ഥലം എന്നുള്ളത് വേർതിരിയാൻ വേണ്ടിയിട്ട് എവിടെ നോക്കിയാലും മതിലുകളായിരിക്കും. മതിലുകൾ എന്ന് ഇവിടെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള മതിലുകളും ചിലപ്പം സിംബലൈസ് ചെയ്യാം. സോ എല്ലാവരും മനസ്സിലും മതിലുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഏർബനൈസേഷനിൽ വരുന്നത്. ഇതൊക്കെ എന്താണ്, മനസ്സിൻ്റെ മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മനുഷ്യന്മാരുടെ ഉള്ളിലും പുറമേയിലും എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അതേപോലെ പോയറ്റ് ഭയക്കുന്ന വേറൊരു കാര്യമാണ് ഈ മല്ലൂർ ദൈവവും അന്തിമഹാകാലൻ കുന്നുമൊക്കെ നല്ല ഒരു പ്രശസ്തമായ ഒരു പേരുകളും പ്രശസ്തമായ സ്ഥലങ്ങളുമാണ്. ഈ മല്ലൂർ ഡയറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്രശസ്തമായ ഒരു ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും, ഒരു റോഡ് സൈഡ് ദൈവമായി മാറുമോ? ഇതിൽ അന്തിമഹാകാലൻ കുന്ന് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഫേമസ് ആയ നല്ല പ്രശസ്തമായ ഒരു കുന്നിനെ ഭാവിയിൽ ഏതെങ്കിലും ഒരു ചൈൽഡ് റോബോ അതിൻ്റെ കയ്യിലൊരു പമ്പരമാക്കി മാറ്റുമോ? അങ്ങനെയൊക്കെയാണ് പോയറ്റിൻ്റെ ഭയങ്ങളാണ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്, സോ ദീസ് ആർ ദ ഫിയേഴ്സ് ഓഫ് പോയറ്റ് ദ പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് സിനാരിയോ. ഇനി ഭാവിയിൽ ഹ്യൂമനിസം എന്നത് മാനവികത എന്നത് ഉണ്ടാവുമോ ഉള്ളൊരു ഉത്ഭയമാണ് പോയറ്റിന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ്, ഇങ്ങനെ ഒരു മാനവികത നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്മാരൊക്കെ മെഷീൻസായി മാറുമോ? ഇങ്ങനെ മെഷീൻസായി മാറിക്കഴിഞ്ഞാൽ പെരാറിൻ്റെ അവസ്ഥ എന്താ, ഭാരതപ്പുഴയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും നല്ല ഒഴുക്കുള്ള ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലോങ്കസ്റ്റ് റിവർ ഇൻ കേരള. ഇത്രയും വലിയ റിവർ ലാസ്റ്റ് ഒരു റീക്കിംഗ് ഡ്രെയിനായി മാറുമോ? വാട്ട് ഈസ് റീക്കിംഗ് ഡ്രെയിൻ? ഗ്രീവിങ് മീൻസ് വിഷമിച്ച ഒരവസ്ഥ. റീക്കിംഗ് മീൻസ് വെരി ബാഡ് സ്മെല്ലിങ്, ഫൗൾ സ്മെല്ലിങ്, ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു ഗട്ടറായി മാറുമോ ഈ ഭാരതപ്പുഴ എന്നൊരു പുഴ? ദുർഗന്ധം വമിക്കുന്ന ഒരു ഗട്ടറായി അങ്ങനെയോ ഒരു വിഷമിച്ച അവസ്ഥയിലേക്ക് മാറുമോ എന്നൊരു സാഡ് നോട്ടിലാണ് ഈ പോയം അവസാനിക്കുന്നത്. സോ ഈ പോയം എന്താണ്, നിങ്ങൾക്ക് ഒരു അൺസെറ്റിലിംഗ് വ്യൂ ആണ്. നിങ്ങൾക്ക് നല്ല സെറ്റിലിംഗ് ആയിട്ട് നല്ലൊരു വ്യൂ ഒന്നുമല്ല കാണാൻ പോകുന്നത്. നല്ലൊരു വില്ലേജ് റൂറൽ ഏരിയാസൊക്കെ മാറി ഏർബനൈസേഷനിലേക്ക് വന്നാലുള്ള ഒരു റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. മാനവികത നഷ്ടപ്പെടും. നെയ്ബേഴ്സ് ആർ ടേണിങ് ഇൻ ടു ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. പിന്നെന്താ, മല്ലൂർ കാവും അന്തിമഹാകാലൻ കുന്നൊക്കെ ജസ്റ്റ് എന്താണ്, ഒരു പേരിനൊരു ഇതായി മാറിപ്പോകുമോ? പിന്നെ അതേപോലെ ഈ ഏർബനൈസേഷൻ കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, ഇതാണ് നിങ്ങൾക്ക് ഈ പോയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ദ പോയം ഓഫേഴ്സ് ആൻ അൺസെറ്റിലിംഗ് വ്യൂ ഇൻ ടു ദ ചേഞ്ചസ് ബ്രോട്ട് ബൈ ഏർബനൈസേഷൻ. അതിനു വേണ്ടിയിട്ട് പോയറ്റ് ഫസ്റ്റ് വില്ലേജ് ഏരിയന് കുറച്ച് നല്ല നല്ല ഇമേജസ് തരും. അതിനെ നേരെ വിപരീതമായിട്ട് ഏർബനൈസേഷൻ്റെ കുറച്ച് പിക്ചേഴ്സും നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഏർബനൈസേഷൻ വന്നു കഴിഞ്ഞാലുള്ള ഒരു അത്രയും നല്ല ഒരു വ്യൂ അല്ല, അൺസെറ്റിലിംഗ് വ്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഈസ് ദ സിമ്പിൾ gist of this poem. Thank you.